ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NIOS സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 14ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തെർമൽ എനർജി എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നാണ്. എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ? ഇത് രണ്ടും ഒന്നാണോ അതോ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളാണോ എന്നുള്ളത്. എന്താണ് ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി എന്ന്. നമ്മുടെ ഹീറ്റ് അഥവാ താപം എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഒരു രൂപമാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന്. നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. പക്ഷേ വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു മെഷർമെൻ്റ് ആണ്. ഈ ഹീറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, എത്ര ഹീറ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടെമ്പറേച്ചർ പറയുന്നത്. ഹീറ്റിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഹീറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദ മോളിക്യുലർ എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കേണ്ടത് ഓൾ ദ മോളിക്യുലർ എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ് ആണ്. നമ്മളൊരു വസ്തുവിൻ്റെ ഹീറ്റ് എന്താണ് എന്ന് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ മോളിക്യുലർ എനർജി, അതായത് ആ വസ്തുവിലെ എല്ലാ മോളിക്യൂൾസിനും ഉണ്ടാകുന്ന എനർജി, അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എനർജിയുടെ ഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ മോളിക്യുലർ എനർജി എന്നാണ്. പക്ഷേ ഈ എനർജി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട്, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹീറ്റ് എത്ര ഉയരുന്നു, എത്ര താഴുന്നു, ഇതിനനുസരിച്ചുള്ള ഒരു അളവ് മാത്രമാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ അളക്കാം? ഒരു ഹീറ്റ് അളക്കാനാണ് നമ്മൾ ടെമ്പറേച്ചർ എന്നുള്ള അളവ് യൂസ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ വ്യത്യസ്ത സ്കെയിലുകളിലായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി കെൽവിനും ഉപയോഗിക്കാറുണ്ട്. ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ എന്നീ 3 പ്രധാനപ്പെട്ട സ്കെയിലുകളാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് തമ്മിലുള്ള കണക്ഷൻ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, ഈ 3 അളവുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് 3നെയും ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്കെയിൽ നോക്കാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നോക്കാം. C/100 ഈക്വൽ ടു F-32/180 ഈക്വൽ ടു K-273/100. നോക്കൂ, ഈ ഒരൊറ്റ ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 സ്കെയിലുകൾ തമ്മിലുള്ള കൺവെൻഷൻ നോക്കാം. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ C/100 ഈസ് ഈക്വൽ ടു F-32/180 എന്ന് എഴുതാം. ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ C/100 ഈക്വൽ ടു K-273/100 എന്നും എഴുതാം. ഇതുപോലെ തന്നെ മറ്റൊന്ന് രൂപത്തിലും നമുക്ക് എഴുതാം. F-32/180 ഈക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്ക് K-273/100 എന്ന് എഴുതാം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ മാറ്റി എഴുതാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്താം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്? നോക്കൂ, നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് സെൽഷ്യസ് അളവും അതുപോലെ ഫാരൻഹീറ്റും. ഒരു ഫാരൻഹീറ്റ് അളവ് തന്നാൽ അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മളോട് ചോദിച്ചാൽ അതിനുപയോഗിക്കേണ്ട മെത്തേഡാണ് ഇത്. ഇനി നമ്മുടെ കയ്യിൽ തന്നത് കെൽവിനോ അല്ലെങ്കിൽ സെൽഷ്യസോ ആയിക്കോട്ടെ, അതിനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചത് എങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഫാരൻഹീറ്റ് തന്നിട്ട് അതിനെ കെൽവിനിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. ഫാരൻഹീറ്റ് ഇതാ, അതിനെ കെൽവിനിലേക്ക് മാറ്റണം. ഇനി അതല്ല, കെൽവിൻ തന്നിട്ട് അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത്. ഇങ്ങനെ മെഷർമെൻ്റ് അളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഫാരൻഹീറ്റിലേക്കും കെൽവിനിലേക്കും മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ,
100°C ഇതിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 212 ഫാരൻഹീറ്റ് ആയിട്ടാണ് മാറുന്നത്. ഇനി അതുപോലെ തന്നെ 100°C നമുക്ക് തന്നു എന്ന് വിചാരിക്കുക. അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 373.15 കെൽവിൻ 373.15 കെൽവിനാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ 1°C ഫാരൻഹീറ്റിലേക്കും കെൽവിനിലേക്കും തിരിച്ചു മാറ്റുന്നത് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ഉടൻ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.